സ്വപ്നതുല്യമായ പദ്ധതികൾ യു.ഡി.എഫ് സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പുതുയുഗയാത്രയ്ക്ക് പത്തനാപുരത്ത് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിന്റെ പാതയിലാണ് പിണറായിയും സഞ്ചരിക്കുന്നത്. കൃത്യമായ നിലപാടുകളുള്ളത് യു.ഡി.എഫിന് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വപ്നതുല്യമായ പദ്ധതികൾ സംസ്ഥാനത്ത് യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പത്തനാപുരത്ത് യു.ഡി.എഫിന്റെ പുതുയുഗയാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിന്റെ പാതയിലാണ് പിണറായി വിജയനും സഞ്ചരിക്കുന്നത്. നിലപാടുകളുള്ളത് യു.ഡി.എഫിന് മാത്രമാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുമായി ഒരു സന്ധിയും യു.ഡി.എഫിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സഞ്ചരിക്കുന്ന അതേ തോണിയിലാണ് തിരുവനന്തപുരത്തെ അരിയമ്പാലയം സഞ്ചരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ വർഗീയതയ്ക്ക് തിരികൊടുത്തിരിക്കുന്നു. ഈ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയില്ല. നമുക്കൊരു നിലപാടുണ്ട്. വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യും. ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യും. ഏത് കൊല കൊമ്പൻ പറഞ്ഞാലും നമ്മൾ ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെ കോംപ്രമൈസ് ചെയ്യില്ല. ചിലരെന്ന് പറയും ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്കുണ്ട്, പേടിപ്പിക്കാൻ പറ്റില്ല. വോട്ട് ബാങ്കുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെച്ചോ, വർഗീയത പറയുന്നത് എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ട്. അതിനുള്ള ആഗ്രഹം കേരളത്തിലെ യു.ഡി.എഫിനുണ്ട്. ഞാൻ കരുതുന്നത് മതേതര കേരളം ഇരുകൈകളും നീട്ടി നമ്മുടെ മതേതര നിലപാടിനെ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് തുറന്ന വാഹനത്തിൽ ജാഥ ക്യാപ്റ്റനെയും നേതാക്കളെയും സമ്മേളന സ്ഥലമായ ജനതാ ജംഗ്ഷനിലേക്ക് ആനയിച്ചത്. എം.പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, എൻ.കെ. പ്രേമചന്ദ്രൻ, പി.സി. വിശ്വനാഥ് എം.എൽ.എ, ഡി.സി.സി. പ്രസിഡന്റ് പി. രാജേന്ദ്രപ്രസാദ്, എ. അസീസ്, മുഹമ്മദ് ഷാ, ജ്യോതികുമാർ ചാമക്കാല, ജി. രാധാമോഹൻ, സി.ആർ. നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെ 10-ന് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ ദിവസത്തെ പര്യടനം ആരംഭിക്കുക. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.